കേസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഗൂഢാലോചന ഉപയോഗിക്കാത്തത്? വളരെ മിസ്യൂസബിൾ വേർഡാണ്. എന്തും ഒരു ഗൂഢാലോചന എന്ന് പറയാം, അതൊരു മിസ്യൂസ് ചെയ്യുന്ന വേർഡാണ്. ശ്രീ പിണറായി വിജയൻ ശബരിമല തന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്, ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പഞ്ച് ഡയലോഗും തലക്കെട്ടും തമ്പയിലും കിട്ടും. പക്ഷെ അത് നന്മയല്ല. യഥാർത്ഥത്തിൽ തന്ത്രിയോട് അനീതി ചെയ്തു, ഇനി അത് മന്ത്രിയോടും മെമ്പറോടും കൂടി ചെയ്യണം എന്ന് പറയുന്നതല്ല. കോൺഗ്രസിന്റെയും BJP-യുടെയും വളരെ മുതിർന്ന നേതാക്കൾ, ഞാൻ വളരെ ആദരിക്കുന്ന ചില നേതാക്കൾ ഇന്നലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തന്ത്രിയുടെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, ഇനി മന്ത്രിയും അല്ലെങ്കിൽ ഇനി മെമ്പറും മന്ത്രിയും. എന്ത് ന്യായം? ഇവർക്കെതിരെ എന്തെങ്കിലും പരാമർശമുണ്ടോ? ശ്രീ കടകംപള്ളിക്കെതിരെ എന്തെങ്കിലും കോടതി പരാമർശമുണ്ടോ? ഇതിന്റെ പ്രശ്നം നമ്മൾ വളരെ മെക്കാനിക്കലായി കാര്യത്തെ കാണരുത്. നമ്മൾ വെളിയിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അകത്ത് കിടക്കുന്നവരുടെ വേദന അറിയണം. ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഈ അപമാനം ഉണ്ടാവില്ലേ? മരിക്കുന്നത് വരെ ഇവർക്ക് ഈ അപമാനം ഉണ്ടാവില്ലേ? മുമ്പ് കണ്ഠരര് മോഹൻറെ ഇതേപോലെ ഒരു കാര്യത്തിൽ കുടുക്കി, അവസാനം കുടുക്കിയതാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷെ ഇന്നും അദ്ദേഹത്തിന് ലേബലുള്ളത് മറ്റൊരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ശബരിമല